ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പോസ്റ്റ് ഒരച്ഛൻ്റെ കണ്ണ് നിറയ്ക്കുന്നൊരു പോസ്റ്റാണ്. മകളെ ഓർത്തെങ്കിലും പോകരുത് എന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു. പക്ഷേ അവളെൻ്റെ കൈ തൊഴിച്ചു മാറ്റിയിട്ടാണ് കാമുകനൊപ്പം പോയത്. ഇന്ന് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അവളെ ഞാൻ നല്ലൊരു നിലയിൽ എത്തിക്കും എന്ന് ഒരു അച്ഛൻ്റെ കുറിപ്പ് ആണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് വിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ ഒളിച്ചോടി പോകുന്നുണ്ട്. കാരണം വിവാഹം കഴിച്ചതിന് ശേഷമാണ് പലർക്കും മനസ്സിലാവുന്നത് വിവാഹം സിനിമയിൽ കാണുന്ന പോലെ, സീരിയൽ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. ജിലേബി കഴിക്കുന്ന ലാഘവത്തോടെയോ ഒരു റവലോട് കഴിക്കുന്ന ലാഘവത്തോടെയോ നമുക്ക് കഴിച്ച് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല കുടുംബജീവിതം. കുടുംബജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, വിജയമുണ്ട്, പരാജയമുണ്ട്, എല്ലാം ഉണ്ട്. അത് ബാലൻസ് ചെയ്ത് പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പോകുന്നവർക്ക് മാത്രമേ കുടുംബജീവിതത്തിൽ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. അതിൽ വിശ്വസ്തത വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഘടകമാണ്. ഇന്നത്തെ നമ്മുടെ വിവാഹബന്ധങ്ങളിൽ വളരെയധികം കുറവായിട്ട് കണ്ടുവരുന്ന ഒരു ഘടകമാണ് അത്. കാരണം ഭൂരിപക്ഷം പേരും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പലരുമായിട്ട് ബന്ധമുണ്ടാവും. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പ്രണയമില്ലാത്തവരാരുമില്ല. പക്ഷേ സാമൂഹിക സമ്മർദ്ദം കാരണം, വീട്ടിലെ സമ്മർദ്ദം കാരണം അവർ വിവാഹം കഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇഷ്ടമില്ലാത്തവരെയാണ് അറേഞ്ച് മാരേജിലൂടെ ജാതകം നോക്കി വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് വരുമ്പോൾ ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ വരികയാണ്. പിന്നെ പുറമേയുള്ള കാമുകന്മാരെ കണ്ടിട്ട് അവർ സ്വാധീനിക്കപ്പെട്ട് പോവുകയാണ്. കാരണം ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഭർത്താവും ഭാര്യയും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഒളിച്ചോട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. ഈ പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാത്തത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഓരോ ദിവസവും കുരു പൊട്ടുന്നത് വരെ അതിങ്ങനെ വീർത്ത് ഇങ്ങനെ വരും. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതങ്ങ് പൊട്ടുമ്പോൾ നല്ല വേദനയായിരിക്കും. അപ്രകാരമാണ് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ അവർ പറഞ്ഞു തീർക്കുന്നില്ല. പറഞ്ഞു തീർക്കാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്.